പ്രായമായ ഒരു അമ്മൂമ്മയുടെയും രണ്ട് ചെറുമക്കളുടെയും അവരുടെ മരുമകളുടെയും ഒരു ദുരിതത്തിൻ്റെ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ വീട്ടിൻ്റെ മുറ്റത്ത് നിങ്ങളെല്ലാവരും കാണുക, കനാല് പൊട്ടിയും മഴവെള്ളവും വന്നും വീട് ഫുള്ള് നിറഞ്ഞ് ഒരു കുളം മാതിരി ആയിരിക്കുകയാണ്. രണ്ട് കുട്ടികൾ ഉണ്ട് ഇവിടെ. ഒരു കുട്ടി സുഖമില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടിയെ കളഞ്ഞിട്ട് അതിൻ്റെ അമ്മ ജോലിക്ക് പോയിരിക്കുക. അവർ വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് വരുന്നത്. നിങ്ങൾ നോക്കണം, ഇത് കണ്ടോ, ഇത് തൃക്കോവട്ടം പഞ്ചായത്തിൻ്റെ 6-ാം വാർഡിലെ ഒരു വീടിൻ്റെ അവസ്ഥയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ കുളത്തേങ്കായും തോനെ വെള്ളം ഇതിൽ കെട്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവരുടെ ഒരു പശുക്കുട്ടി വീണ് ചത്തുപോയിരുന്നു. ഇപ്പം അവരുടെ ഒരു സുഖമില്ലാത്ത പൊടി 2 കുഞ്ഞുങ്ങളും ആ പ്രായമായ അമ്മയുമാണ് ഇന്ന് വീട്ടിലുള്ളത്. അവരുടെ മകൻ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ അമ്മയ്ക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കാം. എന്താണ് അമ്മ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? കൊല്ലം ജില്ലയിലെ ചേരിക്കോണം വാർഡിൽ 6-ാം വാർഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ മഴവെള്ളവും അല്ലാതെ കനാലിലെ വെള്ളവും വന്ന് വലിയ രൂക്ഷമായിട്ടുള്ള വെള്ളമാണ്. ഈ അകത്തുനിന്ന് ഞങ്ങൾ പുറത്തോട്ടിറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. വഴി പോലും കടന്നു പോകാൻ വയ്യ. ഗേറ്റെല്ലാം മറിഞ്ഞ് മതിലുമൊക്കെ ഇളവിയിരിക്കാറായിരിക്കുകയാണ്. എപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് അറിയാം. പൊടി കുഞ്ഞുങ്ങൾക്ക് ഈ വെള്ളത്തിലിറങ്ങിയാൽ വീണു. ഒരു ഹാർട്ട് രോഗം എന്ന് അതിനെ ഓപ്പറേഷൻ ചെയ്ത ഒരു കുഞ്ഞാണുള്ളത്. പിന്നെ ഒരു 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് എൻ്റെ മകൻ മരിച്ചു പോയി. അങ്ങനെ 2 വർഷം ആവാറായി. മരുമോൾ ജോലിക്ക് പോയിട്ട് വന്നെങ്കിൽ ഈ കുടുംബം കഴിയാനൊക്കെ, വേറെ ഒരു വരുമാനവും ഇല്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ കുടുംബം കഴിയുന്നത്. ഈ മതിലിൽ കൂടെ ഒരു ഹോളുണ്ടായിരുന്നു. ആ ഹോൾ അടുത്ത വീട്ടുകാരങ്ങ് അടച്ച് അവിടെ സൈഡ് വാളും അതിൻ്റെ അടിക്ക് കെട്ടി വെച്ച് വെള്ളം വിടാതിരിക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് എന്ത് വന്നാലും അവർക്ക് ഒന്നുമില്ലെന്ന് അവർ പറയുന്നത്. എന്നിട്ട് ക്യാമറയും വെച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആരോട് പറയാനാ? എല്ലാവരോടത്തും ഞാൻ അധികാരികളോട് പറഞ്ഞു, ഇതുവരെ ഒരു നിയമം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇത് നേരിട്ട് കാണുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. ഈ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ആരോട് പറയാം? മെമ്പർ വന്ന് രാവിലെ വന്ന് നോക്കിയിട്ട് പറഞ്ഞ്, മെമ്പർ പല പ്രാവശ്യം അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹോളിട്ട് കൊടുത്ത വെള്ളം ഒഴിയങ്ങ് പോകും, നിങ്ങൾക്കും തരികയില്ല. അത് ഞങ്ങൾക്ക് അങ്ങനെ ഹോളിടാനൊക്കത്തില്ല. അവരവരുടെ ഇടത്തിലുള്ള വെള്ളം അവരവരുടെ വീട്ടുകളിൽ തന്നെ നിൽക്കണം. ഞങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് അവർ പറയുന്നത്. ഞങ്ങൾ ആരോടാണ് പറയേണ്ടത്? ഇത് അവസാനമായി ഇപ്പം എൻ്റെ അധികാരികളെല്ലാം വന്ന് വേണ്ട വിധത്തിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു നീതി വേണ്ടായോ? വെള്ളത്തിൽ കിടക്കാനൊക്കെ ഞങ്ങൾക്ക് വേറെ എവിടെ പോകാനൊക്കെ? എന്നാൽ എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുള്ളതാണ്. മുട്ടുള്ള കുഞ്ഞുങ്ങൾക്കും അസുഖമുള്ള കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതിനകത്ത്. ഇതിനൊരു പരിഹാരം മേലുദ്യോഗസ്ഥരോ വേണ്ട നടപടി എടുത്ത് ഞങ്ങൾക്ക് സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. 2 പൊടി കുഞ്ഞുങ്ങളാണ് ഈ വീട്ടിലുള്ളത്. അത് ഒരു കുഞ്ഞിനാണ് ഹാർട്ട് കംപ്ലൈൻ്റ് ഉള്ള ഒരു കുട്ടിയാണ്. എന്തിയാ മോനെവിടെ? അവൻ ഇതിൻ്റെ ഇടയ്ക്ക് മെനഞ്ഞാന്തി വെള്ളത്തിൽ വീഴുകയും ചെയ്തതാണ്. എന്നിട്ട് അവൻ ആരോ കണ്ട് അവനെ എടുത്ത് കരയ്ക്ക് കയറ്റിയത്. അവൻ നിന്നാൽ മുങ്ങിപ്പോകുന്ന അത്രയും വെള്ളമുണ്ട്. ഈ കുഞ്ഞ് ഹാർട്ട് കംപ്ലൈൻ്റ് ഉള്ളതാണ്. നിങ്ങൾ നോക്കാണ്ട് ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കാണ് ഹാർട്ട് മൊത്തത്തിൽ. ഈ കുഞ്ഞ് മെനഞ്ഞാന്ന് വെള്ളത്തിൽ വീണായിരുന്നില്ലേ? മെനഞ്ഞാന്ന് ഈ കുട്ടി വെള്ളത്തിൽ വീണു പോയി. അങ്ങനെ അതിൻ്റെ സഹോദരി ആ കുഞ്ഞ് മോളല്ലേ എടുത്തത്? മോളാണ് ഇത് കണ്ടെടുത്തത്. കഴിഞ്ഞ വർഷം ഇതേ മഴയത്ത് ഇവിടെ ഒരു പശുക്കുട്ടി വീണ് ചത്തുപോയി. ഇത് നമുക്ക് തോന്നുമ്പോൾ ഒരു വെള്ളം കുറവാണ്, എന്നാലും ഒരു 3 അടി 4 അടി പൊക്കം വെള്ളത്തിന് വരും മഴയത്ത്. ഇനിയും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീട് മൊത്തം വെള്ളം കയറും. ഇവിടെ ഒരു ചെറിയൊരു നടവഴി ഉണ്ടാകും മതിലിനപ്പുറത്ത്. ആ വഴിയും മൊത്തത്തിൽ വെള്ളക്കെട്ടാണ്. ഞാൻ തന്നെ നടക്കുമ്പോൾ എൻ്റെ മുട്ടപ്പം വെള്ളം ഇതിനകത്തുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, അധികാരികളുടെ ശ്രദ്ധയ്ക്ക്. ഇത് തൃക്കോവട്ടം പഞ്ചായത്തിൽ 6-ാം വാർഡിലാണിത്. പഞ്ചായത്ത് മെമ്പറുമായിട്ട് ഒരുപാട് വട്ടം അവർ സംസാരിച്ചാണ്. ഇതിപ്പോഴല്ല, 1-2 കൊല്ലം കൊണ്ട് ഇത് തന്നെ അവസ്ഥ. അവരുടെ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇനിയും മഴ തുടങ്ങിയിട്ട് തന്നെ ഉള്ളു. ഇനി മഴ വരുമ്പോൾ ഇനി അവസ്ഥ ഇനിയും മതിലിൻ്റെ പൊക്കം വരെ വെള്ളം വരും. ഈ 2 കുട്ടികളുമായിട്ട് ഈ പ്രായം ചെന്ന തള്ള, ഇവരുടെ മകൻ മരിച്ചു പോയതാണ്. മരുമോൾ ജോലിക്ക് പോയാണ് ഇപ്പം വീട് കഴിയുന്നത്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇനിയും ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് വരാതെ. ഈ മോനാണ്, ഇവൻ ഈ വെള്ളത്തിൽ വീണതാണ്. ഇവനെ പിന്നെ മെനഞ്ഞാന്ന് ആ പെങ്ങളെ കുട്ടിയാണ് എടുത്തത്. അതേ കണക്കിനി അബദ്ധങ്ങൾ സംഭവിക്കാതെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം തൃക്കോവട്ടം പഞ്ചായത്തോ അതല്ല ഇതിൻ്റെ മേളിലിരിക്കുന്ന അധികാരികളോ കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്.